കോഴിക്കോട് ഇവിടെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുകയാണ്. സോളാർ പാനലിൽ റീത്ത് വെച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വിക്ടിം ഓഫ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇരകൾ ആണ് ഈ റീത്ത് വയ്ക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് വന്ന കാര്യം എന്ന് പറയുന്നത് സോളാർ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ റീഡിംഗ് സംബന്ധിച്ചുള്ള പുതിയൊരു കരട് നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിട്ട് പ്രത്യേകിച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം വൈദ്യുതി ചാർജ് കൂടുന്നു. നമുക്കറിയാം, സോളാർ നമ്മൾ സ്ഥാപിക്കുമ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് വൈദ്യുതി ചാർജിനുള്ള രക്ഷയാണ്. അപ്പോൾ അത് മാറി വീണ്ടും വൈദ്യുതി ചാർജ് ഉയർന്ന നിലയിൽ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് പുതിയ കരട് നിർദ്ദേശങ്ങൾ എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അതിനെതിരായ പ്രതിഷേധമാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ സോളാർ പാനലിന് മുന്നിൽ റീത്ത് സ്ഥാപിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. കുറച്ച് ഉപഭോക്താക്കൾ മറ്റുമൊക്കെ ഇതിനോടൊപ്പം ഉണ്ട്. ഈ പുതിയ നിർദ്ദേശങ്ങൾ സോളാർ എന്നുള്ളത് ഒരു ഒരു ചെലവ് കൂടുന്നതിലാക്കി മാറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സോളാർ എന്നുള്ളത് ഇപ്പം സാധാരണക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെ ഒന്നായിട്ട് മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം സാധാ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ, ടാക്സി ഓടിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ സോളാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം EV വെഹിക്കിൾസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സോളാർ എനർജിയാണ്. വീട്ടിലൊരു സോളാർ വെക്കുക, എന്നിട്ട് EV വാങ്ങുക, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നവർക്ക് ചാർജ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഈ സോളാർ കൊണ്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നത് 3 കിലോവാട്ടിൻ്റെ മുകളിലേക്ക് ആരും സോളാർ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വൈദ്യുതി ചാർജ് നിരന്തരമായി കൂടുന്നത് എന്നെ തുടർന്നാണല്ലോ നമ്മളെല്ലാവരും പല ആൾക്കാരും പൈസ മേടിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് സോളാർ വയ്ക്കുന്നത്. ഇപ്പോൾ അതും അതേ നിലയിലേക്ക് പോകണം റേറ്റും. അതെ, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 കിലോവാട്ടിൻ്റെ മുകളിലേക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബാറ്ററി സിസ്റ്റം വെക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യ കൂടുതലായിട്ട് ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഈ മുടക്ക് മുതൽ തിരിച്ചു കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതിൽ ലാഭമില്ലാതാവുന്ന സമയത്ത് ആളുകൾ ഇതിലേക്ക് വരാതാവും സോളാറിലേക്ക്. പ്രത്യേകിച്ച് ഇത് ഒരു റിന്യൂവബിൾ എനർജി അല്ലേ. നമ്മളിതിനെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് സംസ്ഥാന ഗവൺമെൻറ്റും സബ്സിഡി കൊടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പം നോർമലി ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ എനർജി ആയതുകൊണ്ട് പ്രോത്സാഹനത്തിനായിട്ടാണ് അല്ലേ. അപ്പോൾ ആ പ്രോത്സാഹനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. 78,000 രൂപ സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 6ഓളം സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സബ്സിഡി നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഈ നിലവിലുള്ള ഈ നിയമം പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പുതിയ റെഗുലേഷൻ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ സോളാർ മേഖല ഏകദേശം 1500ഓളം രജിസ്റ്റേർഡ് വെണ്ടർമാരും അത്ര തന്നെ നോൺ രജിസ്റ്റേർഡ് വെണ്ടർമാരും 2 ലക്ഷത്തോളം ഈ തൊഴിലാളികൾ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സോളാർ മേഖല. അതിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഫ്റ്റിലുള്ളത്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവരിപ്പോൾ പുതിയ ഹൈബ്രിഡിൽ ഒരു 3 മീറ്റർ വെക്കാൻ 2 മീറ്റർ കൊണ്ട് അഡീഷണൽ വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം കറണ്ട് ഇല്ലാത്ത സമയത്ത് വീടുകാർ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കറണ്ടിനെ റീഡ് ചെയ്തെടുത്തുകൊണ്ട് അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനാണെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ KSEBിനോട് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാണില്ല. ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഉപഭോക്താക്കൾക്ക് പ്രതികൂലമാണ്. ഇതിനാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഈ ഉപഭോക്താക്കൾക്ക് ഒന്നും ഒരു രീതിയിലുള്ള ഒരു ഗുണമില്ലാത്ത ഒരു ഡ്രാഫ്റ്റാണ് വരാൻ പോകുന്നതും വരാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം വീലിംഗ് എന്നുള്ളൊരു ഇതുണ്ട്. വീലിംഗ് ഇപ്പം സാധാരണ ഇവർ താരിഫ് ടു താരിഫ് മാത്രമുള്ള വീലിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഞാൻ ഉദാഹരണത്തിന് ഓയിൽ ഒരു ഇൻഡസ്ട്രി ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് അവരെ പ്ലാന്റിൽ അവർക്കത് പാനൽ സ്ഥാപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് അവരെ വീട്ടിൽ വെച്ചിട്ട് അവിടുന്ന് എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആണെങ്കിൽ ഇത് സമ്മതിക്കുന്നില്ല. കാരണം ഒന്ന് ഡൊമസ്റ്റിക് കസ്റ്റമറിൽ ആണെങ്കിൽ ഡൊമസ്റ്റിക് നിന്ന് കമേഴ്സിലേക്ക് വീൽ ചെയ്യാനുള്ള പ്രൊവിഷനില്ല. അപ്പം നിലവിലതുണ്ട്. നിലവിലിപ്പം നമ്മൾ ഓണർ ആണെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് നമുക്ക് കറണ്ടിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം, അങ്ങോട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഈ സൗര പ്രൊജക്റ്റൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ KSEB ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. സോളാർ ആളുകൾ ചെയ്യണമെന്നും ടെറസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സോളാറിനെ ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടാകുന്ന KSEB ആണ്. ഇപ്പോൾ പറയുന്നത് സോളാർ വെച്ച കസ്റ്റമറെ കൊണ്ട്
സാധാരണ ജനങ്ങൾക്ക് നഷ്ടമാണ്, അവർക്ക് ഉപദ്രവമാണ് ഉണ്ടാവുന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. അതെ, എന്തായാലും ഈ സോളാർ സംബന്ധിച്ച് പ്രോത്സാഹനത്തിൽ നിന്നും നിരുത്സാഹനത്തിലേക്ക് പോകുന്നു. മാത്രമല്ല സോളാർ വെച്ച ആൾക്കാർക്ക് തന്നെ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. ആ ഒരു മേഖല ഇൻഡസ്ട്രി കൂടി, സോളാറുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി കൂടി ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളൊരു വിമർശം ഉയരുന്നുണ്ട്. എന്തായാലും ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധങ്ങളും അതിനോടൊപ്പം നടക്കുകയാണ്. ജയ്സൽ ബാബുപ്പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.